പൊതുസമൂഹം ചർച്ച ചെയ്യുന്നതിനൊപ്പം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നും നിരവധി പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ 4.5 വർഷം പൂഴ്ത്തിവെച്ചത് എന്തിനെന്നാണ് കെ രമയുടെ ചോദ്യം. ആരെ സംരക്ഷിക്കാനാണ്? ഇനിയും അമാന്തം പാടില്ല, കർശന നടപടിയെടുക്കണമെന്നും കെ രമ ആവശ്യപ്പെട്ടു. മലയാളികളെ ഏറെ ഞെട്ടിച്ച ഒരു റിപ്പോർട്ടാണ് ഇന്നലെ പുറത്തു വന്ന ഹേമ കമ്മീഷൻ റിപ്പോർട്ട്. അതിന്റെ ഏതാനും ഭാഗങ്ങൾ മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിന്റെ മൊഴികളടക്കം ആരാണ് യഥാർത്ഥ കുറ്റക്കാർ, ആരാണ് സിനിമാ മേഖലയിലെ വില്ലന്മാർ എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം കെ രമ MLA ചേരുന്നു. ശരിക്കും സിനിമാ മേഖലയിൽ പല അരുതാത്ത കാര്യം നടക്കുന്നുണ്ടെന്ന് കുറെ നാളുകളായി പറഞ്ഞു കേൾക്കുന്നതാണ്. പക്ഷേ അതെന്താണ് തെളിവ് സഹിതമാണ് ഇന്നലെ പുറത്തു വന്നത്. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? സത്യത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 1/7/2017 കമ്മിറ്റിയെ നിയമിച്ചത്. 2019 റിപ്പോർട്ട് സമർപ്പിച്ചു. നമ്മൾ കുറെ കാലമായി ആ റിപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് നിയമസഭയിൽ ഉൾപ്പെടെ ആവശ്യപ്പെട്ടതാണ്. പക്ഷേ സർക്കാർ അത് പുറത്തുവിടാൻ തയ്യാറായിരുന്നില്ല. അത് സ്വകാര്യ വിവരങ്ങളുള്ളതുകൊണ്ട് പുറത്തുവിടരുത് എന്ന അതിൽ നിൽക്കുകയാണ്. പക്ഷെ ഇന്നലെ ആ പുറത്തു വന്നപ്പോൾ നമ്മൾ ഇതുവരെ പ്രതീക്ഷിച്ചത് ഒരുപക്ഷെ ഞെട്ടലോടുകൂടിയാണ് ഇന്നലെ ആ റിപ്പോർട്ട് നമുക്ക് കേൾക്കാനിടയായത്. അതിന്റെ ചില കാര്യങ്ങൾ സത്യത്തിൽ ഇത്രയും വലിയ സംഭവങ്ങൾ നമ്മുടെ സിനിമാ ലോകത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതും അതിൽ സ്ത്രീകൾ ഉൾപ്പെടെ അനുഭവിക്കുന്ന ഒരു തൊഴിൽ മേഖലയിൽ സ്ത്രീകളൊക്കെ അനുഭവിക്കുന്ന വലിയ തോതിലുള്ള ചൂഷണങ്ങളും മാനസിക സാമ്പത്തിക പ്രശ്നങ്ങളും ഒക്കെ എത്രമാത്രം രൂക്ഷമാണ് എന്നുള്ളതാണ് നമുക്ക് ആ റിപ്പോർട്ടിൽ കൂടെ കാണാൻ സാധിച്ചത്. അതിൽ റിപ്പോർട്ടിന്റെ കുറച്ച് ഭാഗങ്ങളെ വന്നിട്ടുള്ളൂ. ഏകദേശം 300ഓളം പേജുകളെ വന്നിട്ടുള്ളൂ. 1072ഓളം പേജുകൾ ഇനി പുറത്തുവിടാത്തതായിട്ടുണ്ട്. അതിനകത്ത് പേരുകൾ ഉൾപ്പെടെ ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ ഇതിനകത്തൊരു പ്രശ്നമിരിക്കുന്നത്, നമ്മൾ ആ റിപ്പോർട്ട് ഞെട്ടലോടുകൂടി കേൾക്കുമ്പോഴും അതിലേറെ ഞെട്ടലുണ്ടാക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. സർക്കാരിന്റെ കയ്യിൽ 4.5 വർഷമായി ഈ റിപ്പോർട്ട് ഇരിക്കുന്നു. ആ റിപ്പോർട്ട് ഒരു വലിയ ക്രിമിനൽ കുറ്റം നടന്നതിന്റെ എല്ലാ തെളിവുകളും ഉൾപ്പെടെയുള്ള രേഖകളാണ് സർക്കാരിന്റെ കൈവശം ഇരിക്കുന്നത്. എന്തിനാണ് ഇത്രയും സമയം, ഈ 4.5 വർഷം, 4 വർഷവും 7 മാസവും കഴിഞ്ഞു സർക്കാർ റിപ്പോർട്ട് കയ്യിൽ വെച്ചത് എന്നതാണ് ഇപ്പോഴും മനസ്സിലാക്കാത്തത്. അതുകൂടി ഞെട്ടലുളവാക്കുന്ന മറ്റൊരു വിഷയമാണ്. കാരണം ഈ റിപ്പോർട്ടിലുള്ള ഈ വിഷയങ്ങളൊക്കെ പലരെയും രക്ഷിക്കാൻ വേണ്ടി ഈ മേഖലയിലുള്ള ഏറ്റവും ഒരുപക്ഷെ പവർഫുൾ മേനേഴ്സിനെ സംബന്ധിച്ചാണ് ഇതിനകത്ത് പറയുന്ന ഒരു പ്രധാന കാര്യം. ഈ പവർഫുൾ ആളുകൾക്ക് വേണ്ടി ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചതാണോ സർക്കാർ എന്ന സംശയം നമുക്ക് ഉടലെടുക്കുകയാണ്. അല്ലെങ്കിൽ പുറത്തുവിടാതിരിക്കായിരുന്നല്ലോ പ്രശ്നം. പക്ഷേ ഈ റിപ്പോർട്ട് കയ്യിൽ കിട്ടിയാൽ അത് സർക്കാരിന് നോക്കാം. സിനിമാ മേഖലയിൽ ഏറ്റവും പവർഫുൾ ആയിരുന്ന ദിലീപിനെ അറസ്റ്റ് ചെയ്ത സർക്കാർ കൂടിയാണ്, അല്ലെങ്കിൽ മുന്നത്തെ സർക്കാർ അല്ല. തീർച്ചയായിട്ടും 2016 സർക്കാർ ആണ് 2017 കമ്മിറ്റി വെക്കുന്നത്. ആർജവത്തോടുകൂടി ആ 17 ഇഷ്യൂവിൽ നമ്മുടെ പ്രമുഖയായ നടിയെ ആക്രമിച്ചപ്പോൾ ആ ഇഷ്യൂവിൽ സർക്കാർ ഇടപെട്ടു. ആ ഒരു കമ്മിറ്റിയെ വെക്കാൻ തീരുമാനിച്ചു. 1,56,55,000 രൂപയാണ് ഇതിനകത്ത് മുടക്കിയിരിക്കുന്നത്. അത്രയും വലിയ പൈസ കൊടുത്തൊരു കമ്മീഷനൊക്കെ വെച്ചു. അത് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമാണ്. പക്ഷേ ആ കമ്മിറ്റി വെച്ച് റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് ആ റിപ്പോർട്ട് അടച്ചു വെച്ചത് എന്തിനാണ്? ഇത്രയും ക്രിമിനലായിട്ടുള്ള കാര്യങ്ങൾ, ഒഫൻസ് നടന്നത് രേഖകൾ ഉൾപ്പെടെ അതിലെ വീഡിയോ ക്ലിപ്പുകളുണ്ട്, ഓഡിയോ ഉണ്ട്, ഫോട്ടോസ് ഉണ്ട്, എല്ലാം വെച്ചിട്ടുള്ള തെളിവുകൾ അതിനകത്തുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പുറത്തുവിടേണ്ട, സർക്കാരിനത് പരിശോധിക്കാമായിരുന്നു. പരിശോധിച്ച് ഇതിനകത്ത് നടക്കുന്ന പ്രശ്നങ്ങളെ ഇനിയെങ്കിലും സുതാര്യമായിട്ട് ഈ മേഖല പോകാൻ, ഇതിനകത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനുള്ള നടപടി ഉണ്ടാവേണ്ടിയിരുന്നു. അത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ഗൌരവമായിട്ടുള്ള ഒരു വിഷയമായിട്ട് ഞാൻ ഇതിനെ കാണുന്നത്. അതുകൊണ്ട് ഇനിയും അത് മുന്നോട്ട് കൊണ്ടുപോകരുത്. അടിയന്തരമായിട്ട് ഈ വിഷയത്തിൽ കോൺക്ലേവ് ഉണ്ടാക്കും എന്നൊക്കെ പറയുന്ന എന്ത് കോൺക്ലേവ് ആണ് ഇനി എന്ന് മനസ്സിലാവുന്നില്ല. 4.5 വർഷം ഇത് ഇരുത്തിയിട്ട് ഇനിയിപ്പോ കോൺക്ലേവ് ഉണ്ടാക്കാൻ പോവുകയാണോ സർക്കാർ? എന്താണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഇതൊക്കെ ഇതിനകത്ത് നടക്കുന്നത് എല്ലായിടത്തുമുള്ള പുരുഷ മേധാവിത്വം എവിടെയും കാണുകയാണ്. അപ്പൊ ഇതൊക്കെ അങ്ങനെ